സിറ്റി കയറുന്നത്? നിനക്ക് ബേസിക് നിയമമെങ്കിലും അറിയാവോ? നീക്ക് എന്ത് കൊണക്കാനാ കയറുന്നേ? ഏടാ എന്ത് കൊണക്കാനാ നീ കയറുന്നേ? ബാക്കിയുള്ളവർ തന്തയ്ക്ക് തിളക്കി വിളിക്കാനാ? അതാണ് നീ കയറുന്നേ? ഏടാ അതിനാണ് കയറുന്നേ? പഠിപ്പിച്ചു നീ നിന്റെ വെല്ലനും കൊണ്ട് പഠിപ്പിച്ചു വിടാ. നീ നിന്റെ ഓജിയിലെ കുണ്ണാൾ കൊണ്ട് പഠിപ്പിച്ചു വിടാ. ഓജിയിലെ കുണ്ണാൾ കൊണ്ട് പഠിപ്പിച്ചു വിടാ. പുണ്ണച്ചി നീ നിന്റെ നീ ഊമ്പിയ സെർവറിൽ കളിക്കാൻ ഞാൻ ഇല്ല മയിര്. ഒരു കുണ്ണ ഒരു നിയമം പാലിക്കത്തില്ല. കുണ്ണ നമുക്ക് മാത്രം ബാൻ അണ്ടി പിടിച്ച സെർവർ ഞാൻ ഇല്ല മയിര്. ഇറങ്ങി പോ ഊറ്റിലെ കളി. ഒരുത്തനും ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടുത്തെ ഒരുത്തനും ഒരു നിയമം അനുസരിക്കാൻ പറ്റത്തില്ല. ഒരുത്തനും ടിവിയെ മാത്രം മൊത്തം നിയമം അനുസരിച്ച് കളിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ തിരിച്ച് ബാൻ. ഇന്നലെ ഈ പുണ്ടച്ചി സെർവറിൽ കിടന്ന് എന്ത് വിളിയാ വിളിച്ചതെന്നറിയാം? ഇന്നലെ നമ്മളെ തള്ളക്കും തന്തയ്ക്കും മറ്റേ അടുത്ത് എല്ലായിടത്തും വിളിച്ച്. ഈ കുണ്ണയ്ക്കൊന്നും ഒരു ബാനും ഇല്ല. അന്നേരം പറയാം ഫ്ലോ ആർപിന്ന്. നമുക്ക് മാത്രം എന്തെങ്കിലും ചെയ്താൽ ബാൻ എടുത്തെങ്കിൽ ബാൻ ഇട്ടിട്ട് ഈ അണ്ടി വിളിച്ച സെർവറിൽ കളിക്കാൻ ഞാൻ ഇല്ല. ഒരുത്തനും ആർപി എന്തോന്ന് കളിക്കാൻ പോലും അറിയത്തില്ല. മെസ്സഡിയാ 40 പേര് ഗണ്ണയും ചെയ്ത് വെച്ചിരിക്കുക. അവന്റെ മെസ്സഡി കേട്ടോ അവന്റെ കുണ്ണ പിടിച്ചവന്മാരൊക്കെ. ഇവന്മാരൊന്നും കളിക്കാൻ ഞാനൊന്നും ഇല്ല പറിച്ച സെർവറിൽ. എന്നിട്ട് ഇപ്പൊ ഉണ്ടല്ലോ, ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിപ്പോ FRP റിപ്പോർട്ട് ആയാൽ ആദ്യം എനിക്ക് ബാൻ ഇടും 15 ദിവസം. എന്നിട്ടേ ഉള്ളൂ ഈ കുണ്ണത്തരം കാണിച്ചവന് ബാൻ ഇടണമെങ്കിൽ നമ്മൾ VC പോയിരുന്നു തെണ്ടണം. VC പോയിരുന്നു. ഹലോ കേക്കാ? ഹലോ എനിക്ക് ഈ കുണ്ണകളുടെ ഒന്നും കൂടെ കളിക്കാൻ പറ്റത്തില്ലടാ. ഇവനൊക്കെ മറ്റേ ഹോസ്റ്റേജ് ആയിട്ടിരിക്കുമ്പോ എന്തിത്ര മെസ്സടി. നമ്മളെ ഹോസ്റ്റേജ് ആകുമ്പോ ഞാൻ ഹോസ്റ്റേജ് എന്നെ ഹോസ്റ്റേജ് ആക്കുമ്പോ ഞാൻ ഇങ്ങനെയാണോ നിൽക്കുന്നേ? എനിക്ക് പറ്റൂല. എനിക്കിങ്ങനെ കളിക്കാൻ പറ്റൂല. എനിക്ക് പോയി FRPക്ക് ഇരുന്ന് തെണ്ടാനൊന്നും വയ്യ. രണ്ടും കുഴപ്പമില്ലായിരുന്നു. എവനാണ് വല്ലാത്ത കോണം. ഇന്ന് വൈകുന്നേരം തൊട്ട് ഞാനിത് സംസാരിച്ചോണ്ടിരിക്കുക. ഇന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ മൈൻഡ് ഫക്ക് ആയതിന്റെ മെയിൻ റീസൺ അതാണ്. പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ സെർവറിൽ സംസാരിക്കാൻ പോയിട്ട് ഒരുത്തനും സംസാരിക്കാൻ പോലും വന്നില്ല. ഒരുത്തനും. അയ്യോ ഇങ്ങനെ കളിക്കാൻ വയ്യ. ഇങ്ങനെ കളിക്കാൻ താല്പര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു റൂള് സ്റ്റേണായിട്ട് ഇടാൻ അണ്ടിക്ക് ഉറപ്പുള്ളവന്മാരൊക്കെ ഇതാ. അയ്യോ അല്ലാതെ ചുമ്മാ ഒരു ദിവസം വന്നിട്ട് ഒരു റെയ്ഡ് താന്ന് പറഞ്ഞ് ബാക്കിയുള്ളവന്മാർക്ക് മെസ്സേജ് അയച്ച് മൂഞ്ചാനല്ലാതെ നിനക്ക് വേണ്ട. ഞാൻ പറഞ്ഞിട്ട് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ അവന്. പക്ഷെ എന്റെ റെയ്ഡ് വേണം. എന്റെ ചാനലിൽ നിന്ന് റെയ്ഡ് കിട്ടണം കറക്റ്റായിട്ട്. ഞാനുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഉള്ള നമ്മുടെ ചാറ്റിലൊക്കെ വരുന്ന പിള്ളേരെടുത്ത് പോയിട്ട് ഇരക്കും. എടാ ഈഗിളിനോട് പറഞ്ഞ് റെയ്ഡ് സെറ്റാക്കി തരണേ. പോയി പറഞ്ഞ കൂടി പോവട്ടാ. ഞാൻ ഒന്നാം നല്ല ട്രിഗർ ആയിട്ടിരിക്കുവോ ഞാൻ ബ്രോ. ഭയങ്കര ഇതാണ്. എനിക്കിത് പറ്റണല്ലോ. പറഞ്ഞോക്കി കളിക്കുവായിരുന്നു. ഇറങ്ങി ഇല്ല ഒന്നുമില്ല ജോക്കി. ഇവന്മാരുടെ ഒന്നും കൂടെ കളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. സെർവറിലൊരു പ്രോപ്പർ റൂൾ ഇടാതെ ഒന്നും കളിച്ചിട്ട് കാര്യമില്ല ജോക്കി. ഹോസ്റ്റേജ് വന്ന് 10 പേര് ഗൺ പോയിന്റിൽ നിൽക്കുമ്പോ മെസ്സഡിയാ. RP ഇവനൊക്കെ എന്തോ കണ്ടിട്ടുള്ളത്? ഇവനൊക്കെ മറ്റേ ഇങ്ങനെ ഇരുന്ന് അത് കഴിവാനും നമുക്ക് പറ്റത്തില്ല. അവന്റെ അച്ഛന്റെ അണ്ടി. ഞാൻ ഇനി അതിന് മറ്റേ ഒത്താശ ഒന്ന് ഞാൻ മറ്റേ അവന്റെ അടുത്ത് എടാ എന്റെ കക്കൂസ് ഒന്ന് കഴിവോ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. കുറെ കൊച്ചുമുണ്ടകൾ PC ഇൻസ്റ്റാൾ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് വെടിവെക്കാൻ വേണ്ടി മാത്രം. സംസാരിക്കാൻ എന്തുവാ അല്ലെ സംസാരിച്ച് നിൽക്കുന്ന എന്തുവാ ഒന്നും അറിയത്തില്ല. വെടിവെച്ചാൽ മതി. സിറ്റി കയറുക, ഗണ്ണെടുക്കുക, വെടിവെക്കുക. ഇതാണ് ഇവന്മാർക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണിക്കാനുള്ള ഒരൊറ്റ കാര്യം. അവന്മാർക്ക് വല്ല പബ്ജിയോ വല്ല വാലറിന്റോ വല്ല പോയി ഗ്രൈൻഡ് ചെയ്യും. നിനക്കൊക്കെ വെടിവെക്ക് വെച്ച് കളിക്കണമെങ്കിൽ സിറ്റി കയറുക, വെടിവെക്കുക. ഇത് മാത്രമേ ഉള്ളൂ ജോക്കി. സംസാരമില്ല. സംസാരിക്കാൻ പറ്റത്തില്ല. മെസ്സടിക്ക് മാത്രമാണ് സംസാരം. എന്ത് ഇടക്കായി നിങ്ങളൊക്കെ കാണുന്നതല്ലേ ഇത്? നിങ്ങൾ കാണുന്നതല്ലേ? നിങ്ങൾ തന്നെ പറ. ഇതല്ലേ ഇവന്മാര് ചെയ്യണേ? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോണം. ഇപ്പൊ എനിക്കെതിരെ FRP ഇട്ടിട്ടുണ്ടാവും. അവിടെ FRP ഓൾറെഡി വലിച്ചിട്ടുണ്ടാവും. ആക്ഷൻ, ഇമ്മീഡിയറ്റ് ആക്ഷൻ അടിച്ചു കിട്ടി. പരുന്തു വാസു അബ്യൂസീവ് ലാംഗ്വേജ് 15 ദിവസം ബാൻ ഇട്ടാണ്. അല്ല അതല്ല അങ്ങനെ ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ പോയി ചോദിക്കും ബ്രോ അവൻ കാണിച്ചത് FRP അല്ലേ? അയ്യോ അത് നമ്മൾ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ടിക്കറ്റ് ഇനി കൊറിയർ വഴി അവന്റെ അണ്ണാക്കിലൂടെ വന്ന് ചന്തി കൂടെ ഇറങ്ങണം. എന്നാലേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും ജോക്കി. ഇതൊക്കെയാണ് റീസൺ. ഞാൻ പറഞ്ഞു അടുത്ത് ജോക്കി. എന്നെ എപ്പോഴെങ്കിലും ഈ സർഗാജ് എന്ന് പറയുന്ന സെർവറിൽ ഇത്ര ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടോ ജോക്കി? ഞാൻ 10 ദിവസമായിട്ട് ഇതിന്റെ പുറകെ ഇരിക്കുക. എനിക്ക് അത്ര വിഷമമുണ്ട് സീരിയസ് ആയിട്ട്. ഇന്നലെ പോയിട്ട് പോലും ഒരുത്തിനോട് മൈൻഡ് പോലും ചെയ്തില്ല. എന്നിട്ട് അവന്മാരെ
എന്നിട്ടേ ജോക്കി ഈ സിറ്റിയിലൊരു ഇതിനകത്തൊരു മെയിൻ ഗുണ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജോക്കി. അവൻ എന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറയണം ജോക്കി. ഈ സെർവർ നമുക്ക് വേണ്ടി തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ജോക്കി, നമുക്ക് വേണ്ടി തുടങ്ങിയതാ അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു പയ്യൻ അവന്റെ അടുത്ത് സംസാരിച്ചപ്പോ അവൻ പറയാന്നേ, TV വരുന്നതിന് മുമ്പ് സ്വർഗരാജ്യത്ത് 150-200 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നെന്ന്. അല്ലല്ല 100-150 TV വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നെന്ന് സ്വർഗരാജ്യത്തില്. സ്വർഗരാജ്യത്തില് 100-150 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. TV വന്നിട്ട് നമുക്ക് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ലേ. ആ ചോദ്യം കേൾക്കണം. പോടാ നീ എന്തിനു പറയുന്നു? TV വരുന്നതിന് മുമ്പ് ഇവിടെ പ്ലെയർ ബേസ് ഉണ്ടായിരുന്നു. 150-200 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. 200 പ്ലേയേഴ്സ്. എന്നിട്ട് അവനിപ്പൊ പുച്ഛം കണ്ട മറ്റേ R34 കുണ്ണുകളുടെ ഒക്കെ കൂടെ VC-യിൽ ഇരുന്ന് ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് നമ്മുടെ മണ്ടയ്ക്കോട്ടങ്ങ് ഉണ്ടാക്കാൻ വരുന്നു. ഇപ്പൊ കേറിയ ഏതെങ്കിലും അഡ്മിൻ വന്നിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും പറയട്ടെ ജോക്കി, അന്നേരം ഞാൻ ബാക്കി അവനോട് സംസാരിച്ചോളാം. ഓരോ ദിവസം ഓരോ റൂൾ ഇടുന്നു. അല്ല ഓരോ ദിവസം ജോക്കി ഓരോ റൂള്. ഇത് എങ്ങനെ കളിക്കാനാ ഇവിടെ ജോക്കി? എന്നിട്ട് ജോക്കി അല്ലല്ലോ സീൻ പറഞ്ഞുതരാം ജോക്കി. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരു സിറ്റുവേഷനിൽ കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് അടുത്ത് ജോക്കി ചോദിച്ചു നോക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുക, ബ്രോ ഇതല്ലേ ഇത്? ഞാൻ പറഞ്ഞ ബ്രോ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, ഫ്ലോ RP ആണേ എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഓക്കെ ശരി അപ്പൊ ഫ്ലോ RP അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ അടുത്ത സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് നമ്മൾ അവിടെ പോയി ചോദിക്കുക, ബ്രോ നമ്മുടെ സിറ്റുവേഷനിൽ ഫ്ലോ RP എന്ന് വിചാരിച്ച് നമ്മൾ ആ സെയിം സാധനം ചെയ്യുമെന്ന് വിചാരിച്ച ജോക്കി. അപ്പൊ നേരെ വന്നിട്ട് പറയും ഫ്ലോ RP അല്ല സ്പോട്ട് ആക്ഷൻ ആണേ, കഴിഞ്ഞു. എന്നിട്ട് പറയും റൂൾ ചേഞ്ച് ചെയ്ത് നോക്കുമ്പോ 2 ദിവസം മുമ്പ് എഡിറ്റഡ്. എന്റെ മനക്ക് ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ സ്പോട്ട് ആക്ഷൻ പോകാൻ പ്ലാനിട്ടത്. ഇപ്പൊ സ്പോട്ട് ആക്ഷനെ ഇല്ല പറയുന്നു. ജോക്കി ഇവന് സ്പോട്ട് ആക്ഷൻ കൊടുത്ത ഇന്നലെ ഒരുത്തൻ R34 ഒരുത്തൻ നിന്ന് പച്ചയ്ക്ക് തെറി വിളിച്ചപ്പോ ചാറ്റിൽ അഡ്മിന്റെ ചാറ്റിൽ സ്പാം ചെയ്ത് എന്തുകൊണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കണ്ടേ? എന്നാൽ പറയാ FRP ടീം പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കണ്ടെന്ന്. ഇന്നലത്തെ അലീമയുടെ ലൈവിലുണ്ട് FRP ടീം പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കേണ്ട ഫ്ലോ RP ആണെന്ന്. അതെന്ന് വന്നു പുതിയ റൂള് ഇടക്കിടക്ക് ഓരോ ദിവസവും മാറണം. ഇത് IR-ലെ OC പറഞ്ഞ അവന് 15 ദിവസമുള്ളൂ ബാറ്റിനടിച്ചൊന്നും എനിക്ക് അതാണ് കോമഡി. അത് ചോദിച്ചപ്പോ പറയാൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓൾറെഡി ഇവിടെ ഇന്നലെ സ്റ്റീവന്റെ കാര്യം സ്നൈപ്പിന്റെ കാര്യം സംസാരിക്കാം. അവനെ IR-ൽ OC പറഞ്ഞ് കളിയാക്കിയവന് എത്ര ദിവസത്തെ ബാങ്ക് കൊടുത്തടാ? 15 ദിവസം. 15 ദിവസം. നിനക്ക് 15 ദിവസം അത് 15 ദിവസം കയ്യിൽ IV പറഞ്ഞോണ്ട് 15 ദിവസം. എനിക്ക് ബാറ്റിന് അടിച്ചു വന്നതിന് 14. പിന്നെ ഏതോ കില്ലോഗ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. കില്ലോഗ് മിസ്സിംഗ് ആണ് വാസോണ ഒരു ടിക്കറ്റ് അടിച്ചില്ല, അത് കാണാനില്ല അന്ന് കില്ലോഗ്. അത് നമ്മളുണ്ട് കളഞ്ഞതാ, അവരെ മിസ്റ്റേക്ക് അല്ലേ ഇത്? ഇല്ലടാ ഇവന്മാരുടെ ഈ OG കുണ്ണുകളെടുത്തൊന്നും സിറ്റുവേഷൻ എടുക്കണ്ട. ഇവനൊക്കെ RP എന്തോന്ന് ആദ്യം പോയി പഠിച്ചിട്ട് വരാൻ പറ. വന്ന് എങ്ങനെ ഹോസ്റ്റേജ് നിക്കണോന്ന് പോലും അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് കൊണ അടിക്കുന്നതിനെ കുഴപ്പമില്ല. എന്താണ് പറയുന്നത്? അല്ല എടാ കൊണ അടിക്കാൻ പാടില്ല ബാല, കൊണ അടിക്കാൻ പാടില്ല. ഹോസ്റ്റേജ് ആയ കൊണ അടിക്കാൻ പാടില്ല. ഹോസ്റ്റേജ് ആയിട്ട് അങ്ങനെ ആവശ്യമില്ല. അല്ല അഥവാ കൊണ അടിച്ചാലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഹോസ്റ്റേജ് ആയ സ്ഥിതിക്ക് പറയുമ്പോ അത് മിണ്ടായിരിക്കണം. ഇത് അതും ഇല്ല, ചുമ്മാ ഇരുന്നങ്ങ് പറഞ്ഞോണ്ടിരിക്കും. ഒരുമാതിരി നമ്മളും വെറുത്തു. വലിയ മാസാണ് വിചാരം. എനിക്കൊന്നും വയ്യ ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ആവശ്യമല്ല സ്വർഗരാജ്യം കളിക്കേണ്ടത്, മനസ്സിലായോ? അവരുടെ സെർവറിൽ ആൾ കളിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. സോ ആ സെർവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാ. അല്ലാതെ എന്റെ ആവശ്യമാണോ സ്വർഗരാജ്യത്തിൽ അഡ്മിൻസിനെ നന്നാക്കേണ്ടത്? എന്റെ ആവശ്യമല്ല. എനിക്ക് പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരുത്തനും ഇല്ല അവിടെ. എനിക്ക് അവനോടൊന്നും പോയി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഞാൻ എന്തിനാ അവനോട് പോയി പറയണം? വേണേ അന്നാട്ടോ അതിനൊക്കെ. അവന്മാർക്ക് സെർവർ നന്നായിട്ട് റൺ ചെയ്യണമെങ്കിൽ അവന്മാര് മര്യാദക്ക് സെർവർ നടത്തട്ടെ. അല്ലാതെ എനിക്ക് അവനെയൊക്കെ പോയി നന്നാക്കി അവന്റെ സെർവറിൽ ആളെ കയറ്റി കളിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. കുറെ ആയിട്ട് ഇതിന്റെ പുറകെ നിൽക്കണ്. എന്നിട്ട് ഇപ്പൊ വരുന്നവന്മാര് എന്നിട്ട് ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളുമായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പം അളിയ സൗണ്ട് ഉണ്ടാക്കല്ലേ, ഞാൻ പാട്ട് കേട്ട് ഉറങ്ങുവാന്ന് ഗോഗു തക്കുടുപ്പുണ്ടായി. പാട്ട് അയ്യോ എനിക്കിനി ഇല്ലടാ ഇവന്മാര്. ഞാൻ ഒരു കാര്യം പറയാം, മര്യാദക്ക് നിൽക്കുന്നവന്മാരുടെ കൂടെ സിറ്റുവേഷൻ എടുത്താൽ മതി.
മര്യാദക്ക് നിൽക്കുന്നവന്മാരുടെ കൂടെ സിറ്റുവേഷൻ എടുത്താൽ ഇല്ല, ബാക്കിയുള്ളവന്മാർക്ക് അണ്ണാ ബാക്കിയുള്ളവന്മാർക്ക് ഒരു പ്രശ്നമില്ല. ഈ ഇവനൊക്കെ എന്തോ ഇത്രയും പ്രശ്നമൊന്നും അടാ അവൻ ബാക്കിയുള്ളവന്മാര് കറക്റ്റ് അതേ കണക്ക് ആളെ കൊണ്ടുവന്ന് എല്ലാം ചെയ്യും. അവൻ ഇന്നലെ വെട്ടിയെന്ന് പറഞ്ഞ അവന്റെ ഫ്രസ്ട്രേഷൻ കണ്ടായിരുന്നു. അവന്റെ ഫ്രസ്ട്രേഷൻ കണ്ടായിരുന്നോ? തള്ളക്കും തന്തയ്ക്കൊക്കെ വിളിയാണ് അവന്റെ പരിപാടി. ഇവന്മാർക്ക് മറ്റേ വെടിവെക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും പോയി ഗെയിം പോയി കളിക്കേ. കേറി വന്ന ഉടനെ വെടിവെക്കാൻ മാത്രമാണ്. പിന്നെ എന്തിനാണ് RP കളിക്കുന്നേ? ഗ്രൂപ്പ് നോക്കോ? ജലദോഷം പിടിക്കുമ്പോ സിറ്റി കയറാം. ഹലോ ഹലോ ഒന്നെങ്കിൽ ഞാനൊരു നിങ്ങൾക്കൊരു RP സർവർ തുടങ്ങിയാ പോരെ ബ്രോ. ഞാൻ പറഞ്ഞല്ലോ ബ്രോ. നമ്മൾ അതല്ല ഞാൻ പറയണത്. ഇപ്പൊ സിയോണില് അഡ്മിൻസിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നൊരു ലൈവ് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സജഷനും ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾ പോയി സിയോണിൽ പറഞ്ഞിട്ടുണ്ട്. അമ്മ അടുത്ത് പറഞ്ഞ് അന്ന് സംസാരമായിട്ടുണ്ട്. അത് ശരിയാ. പക്ഷേ ഇത് അവിടെ ഒരു സ്ട്രോങ് റൂൾ ഉണ്ടായിരുന്നു. ആർക്ക് വേണ്ടി മാറ്റൂല. അത്രേ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഒരേ നിയമമാക്ക്. TVക്ക് വേണ്ടിയിട്ട് ഒന്നും വേണ്ട. എല്ലാവർക്കും ഒരേ അത്രയും മതി. എല്ലാവർക്കും ഒരു നിയമമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് നിയമം വേണമെന്ന് പറയുന്നില്ല. എല്ലാവർക്കും ഒരു നിയമമാക്ക്. ഇതങ്ങനല്ല. അഡ്മിൻസിൽ കുറച്ച് R34 താങ്ങിക്കുന്ന കുറച്ച് പുണ്ടച്ചുകളുണ്ട്. അവന്മാരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാ. ഒരു സിറ്റുവേഷനിൽ നിന്ന് കൈസ് 50-60 FRPയും വലിച്ചുകൊണ്ട് വരും. തിരിച്ചു വലിച്ചാലോ POV ക്ലിയർ പ്രൂഫ് വേണം, അത് വേണം, ഇത് വേണം. കില്ലോഗിലില്ല, അതില്ല, ഇതില്ല. എങ്ങനെ കേട്ടോണ്ടിരിക്കും? അതാണ് എന്റെ ചോദ്യം. എങ്ങനെ കേട്ടോണ്ടിരിക്കും? പെർമനന്റ് ബാൻ എന്നോ? പെർമനന്റ് ബാൻ ആരെയാ പേടിപ്പിക്കണ ബ്രോ? പെർമനന്റ് ബാൻ ഇട്ടോ? എനിക്കൊരു മൈരും ഇല്ല പെർമനന്റ് ബാൻ ഇട്ടാ. FRPക്ക് എനിക്ക് മൈര ജോക്കി പറഞ്ഞ പോലെ. GTA ഒന്നും അല്ലല്ലോ ബാന്. എനിക്കൊരു കോപ്പുമില്ല. എനിക്ക് ബാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോപ്പുമില്ല. ഈ സെർവറിലെ ഞാൻ വേറെ സെർവറിൽ കളിക്കും. എന്റെ ഹയസ്റ്റ് വാച്ചിങ് ഓഫ് RP ഏതാണെന്നറിയോ? ഗ്രാൻഡ് RP ആണ്. 26,000 വാച്ചിങ് ഫോർ ഒരു RP സ്ട്രീമിന് 26,000 ലൈവ് വാച്ചിങ് കൊണ്ടുവന്നത് ഞാൻ ഗ്രാൻഡ് RP കളിച്ചിട്ടാ. ഗ്രാൻഡ് RP കയറാൻ ഇവിടുത്തെ ഒരുത്തിന്റെ ഒരു സഹായം പോലും വേണ്ട. സത്യം പറഞ്ഞ ചുമ്മാ പോയി കയറാം. ഗ്രാൻഡ് RPന്ന് ഓൾറെഡി എനിക്ക് പെയ്ഡ് ഇൻവിറ്റേഷൻസ് എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് അറിയോ? ചുമ്മാ പോയി കളിക്കാം. ഇങ്ങോട്ട് പൈസ തരും ഗ്രാൻഡ് RPയിലേക്ക് പോയി കളിച്ച. മറ്റേ ഇവിടുന്ന് ബാൻ കിട്ടുമെന്ന് പേടിച്ച് ഞാൻ ഒന്നും മിണ്ടാതെ വായടച്ച് ജീവിതകാലം മൊത്തം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. പോയടാ. ഇവന്മാർക്ക് സെർവർ വേണമെങ്കിൽ ഇവന്മാര് സെറ്റ് ആക്കട്ടെ ഗൈസ്. എനിക്കല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ ഇവിടുത്തെ റൂള് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഗൈസ്. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇങ്ങനത്തെ ഊമ്പിത്തരൊക്കെ പ്ലേയേഴ്സ് കാണിക്കുമ്പം അഡ്മിൻസിന് ജസ്റ്റ് ഒന്ന് വന്ന് പറഞ്ഞൂടെ, ഇത് ഫെയിൽ RP ആണ്, ഇത് ഇങ്ങനെ ചെയ്താൽ ഇൻസ്റ്റന്റ് ബാൻ കിട്ടും. സിറ്റുവേഷൻ ഇന്റർഫിയർ ചെയ്ത് പറയണം. എന്നാലേ RP നന്നായിട്ട് പോവുള്ളൂ. ഇതൊക്കെ എന്ത് റൂളാ? ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്നവൻ വന്നിരുന്ന് മെസ്സ് അടിക്കണ്. ഹോസ്റ്റേജ് ആയിട്ട് വന്നിരിക്കുന്നവൻ എന്തൊക്കെയോ പറയുന്നു. ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. TVയിലുള്ള ബാക്കി നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഈ റൂളിൽ ഇങ്ങനെ ഇവിടെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം. ഞാനും കൂടെ കളിക്കും. ഞാനായിട്ട് മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങും. നിങ്ങളെ വിലക്കോ ഞാൻ ചെയ്യത്തില്ല. ബാക്കി നിങ്ങളുടെ എല്ലായിടത്തും ഞാൻ പറയുന്നത്. നിങ്ങളെ ആരും ഞാൻ വിലക്കോ ഇത് കളിക്കേണ്ടെന്നോ ഞാൻ പറയത്തില്ല. എനിക്ക് പക്ഷേ ഇവന്മാരോട് സംസാരിക്കാൻ പോകാൻ പറ്റത്തില്ല. എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. എന്നെ 2-3 വട്ടം അബ്യൂസ് ചെയ്ത് വിട്ടതാണ്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കളിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കും. പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ സംസാരിക്കാൻ ഇവരുടെ ഇതിനകത്ത് വേണം. ഇങ്ങനത്തെ പുണ്ടച്ചികളുടെ കൂടെ RP കളിക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് RPയുടെ കാര്യങ്ങൾ എന്താണെന്ന് ഇതുള്ളവന്മാരുടെ അടുത്ത് എങ്കിലും കളിക്കാം. ചുമ്മാ പെർമനന്റ് ബാൻ നമ്മളാരും കളിക്കുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നല്ലോ ഇവിടെ കളിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്താ പറയുക? സ്പോട്ട് ആക്ഷൻ ആണോ? R34 ആയിരുന്നെങ്കിൽ ഇപ്പൊ സോൾവ് ആക്കി കൊടുത്താ. അതോ TV സപ്പോർട്ട് ചെയ്യാത്ത സെർവറിന് അഭിനയിക്കുകയാണോ? എന്താണ് ഉദ്ദേശം?
അത്രയും ചോദിക്കാനുള്ളൂ. ടി വിയെ സപ്പോർട്ട് ചെയ്യണില്ല ഞങ്ങൾ ഇവിടെ കുറച്ചുള്ള R34 മാത്രം ഊമത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ബ്രോ എങ്കിൽ ഗ്യാങ്ങോടെ കളഞ്ഞോ ബ്രോ. വട്ടത്തിൽ ഊമ്പട്ടെ. ഏതാണ് റെസ്പോൺസ്? ആരാ അലിമിയാണ് ഇട്ടത്? ഹാസ് പെർമനന്റ്ലി ബാൻ ഫ്രം ദ സെർവർ റീസൺ സെർവർ ഡീഗ്രേഡിംഗ്. ഇനി ഒരു കാര്യം പറയട്ടെ. എടാ നിന്നെ അലിമി നിന്നെ പോലെ തന്തയില്ലാത്തവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇനിയിപ്പൊ പറയുന്നതിന് പ്രശ്നമില്ലല്ലോടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ അലിമി. നിനക്ക് ഈഗിൾ ഗെയിമിങ്ങിന്റെ റെയ്ഡ് വേണം. പക്ഷെ എന്നെ പുച്ഛം എന്നെ അറിയാവുന്ന എല്ലായിടത്തും പോയി നക്കണം നീ ഇങ്ങനെ. എടാ ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു റെയ്ഡ് മേടിച്ചു തരാ, ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു റെയ്ഡ് മേടിച്ചു തരുമോ, ഇങ്ങനെ നക്കണം നീ പോയി. നിനക്ക് നക്കി ജീവിക്കാൻ പറ്റുന്ന എത്രയും കാലം നീ നക്കി ജീവിക്കളിയാ. അതേ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലേ. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാണ് നിന്റെ അടുത്ത്. എന്നിട്ട് നീ ഇങ്ങനെ പോയി നക്കണം. പിന്നെ വേറെ കുറച്ച് പുണ്ടച്ചികളെ ഇവിടെ അഡ്മിൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അവന്മാർക്ക് എന്താണെന്ന് പറയാ, R34 പോയി ചന്തി എഴുതി കൊടുക്കണം ഡെയിലി. മനസ്സിലായ? R34 മെമ്പേഴ്സിനെ ഓരോരുത്തരെ പിടിച്ചു നിർത്തിയിട്ട് ചന്തി എഴുതി കൊടുക്കും. നിനക്കൊക്കെ അതിനുള്ള യോഗ്യതയുള്ളൂ. മനസ്സിലായ? ഞാൻ പറയാം ഗൈസ്, ഈ അലീമി എന്ന് പറയുന്ന പുണ്ടച്ചിയാണ് പറഞ്ഞത് മെയിൻ ആയിട്ട്. അലീമി എന്ന് പറയുന്ന ഈ പുണ്ടച്ചിയാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. TV വരുന്നതിന് മുമ്പ് സ്വർഗരാജ്യത്തില് പ്ലെയർ ബേസ് ഉണ്ടായിരുന്നു, വെൽ എസ്റ്റാബ്ലിഷ്ഡ് സെർവർ ആയിരുന്നു. അവന്റെ ഡയലോഗുകളൊക്കെ കേൾക്കണം കേട്ടാ. അത് നമ്മുടെ UK മിഥുൻ അയച്ച ഓഡിയോ ആണ്, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എനിക്കൊന്നും എടുത്ത് കാണിക്കണ്ട, വേണ്ട, വെറുതെ എന്തിനാ. അവനറിയാം അവൻ നക്കിയത്, അവനറിയാം അവനെ നക്കിയത് ആരാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുപോലത്തെ കുറെ പുണ്ടച്ചികൾ ഇരിക്കണ ഒരു സെർവറാണ്. ഞാൻ സത്യം പറഞ്ഞ ഇതിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. പറയാതിരിക്കാൻ വയ്യ. നിന്റെ ഒന്നും പുറകെ നടന്ന് ഇതാക്കേണ്ട ഗതികേട് എന്തായാലും TVക്കില്ല. മനസ്സിലായോ? ഞങ്ങൾ രണ്ടുപേരെങ്കിൽ ടെസ്റ്റ് സെർവറിൽ കളിച്ചോളാം. നിന്റെ ഒന്നും വേണ്ട, ഒരു കുണ്ണ ഗ്യാങ്ങും വേണ്ട അവിടെ. മനസ്സിലായ? വിളിച്ചാൽ വരാം. കൂടെ കുറച്ച് പിള്ളേരുണ്ട്. ബെല്ലാരിലെ പിള്ളേർ വരുമെന്ന് ഉറപ്പാണ്, അന്തേരിലെ പിള്ളേർ വരുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ കളിച്ചോളാം. നിന്റെ ഒന്നും എന്തായാലും ഇത് നമുക്ക് വേണ്ട. നിന്റെ ഊമ്പിയ സെർവറും പൂട്ടി നീ അവിടെ ഒരു മാസം കൂടുമ്പോഴും സെർവർ വൈപ്പ് ചെയ്യും. ആൾക്കാർ മീൻ പിടിക്കാനും കണ്ടം പറിക്കാനും കാട് വെട്ടാനും പോയി പൈസ ഉണ്ടാക്കുമ്പോൾ നീയൊക്കെ പറയും സെർവർ വൈപ്പ് എന്ന്. എന്ത് രീസി? ഇങ്ങനെ കുണ്ണയും കുത്തി അഡ്മിൻ ലൈവ് എന്ന് പറഞ്ഞ് വാച്ചിങ് ഉള്ളവരുടെ ചന്തിക്കീഴി വന്ന് ഇരുന്നാൽ മതി. നിനക്ക് സുഖം. ബാക്കിയുള്ളവർക്ക് RP കണ്ടന്റ് ഇതൊക്കെ കളിക്കണം. നിനക്കെന്താ നമ്മൾ വാറുണ്ടാക്കിയ അതിന്റെ മൂട്ടി വന്ന് ഇങ്ങനെ നക്കി നിൽക്കും, ഇങ്ങനെ നിമന്ന് നിൽക്കും. എന്നിട്ട് വാച്ചിങ് ഈസി കിട്ടിയല്ലോ. നിനക്കൊക്കെ എന്തറിയണം? കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യണം ഈ സെർവറിൽ. ഞാൻ പറയണ ഇതാടാ, ഈ സെർവറിൽ വേറെ RP കളിക്കുന്ന ആരാണെന്നൊന്ന് കാണിച്ചു കൊടുക്ക. ആരൊന്ന് കാണിച്ചതാടാ. നീയൊക്കെ എന്നാ PVP സെർവർ, സ്വർഗരാജ്യം PVP സെർവർ എന്ന് പേരിടറ പുണ്ടച്ചികളെ. നീയൊക്കെ പിന്നെ എന്തിനാണ് ഇത് RP സെർവർ എന്ന് പേരിട്ടേക്കുന്നത്? ഇതിനകത്ത് വേറെ മറ്റേ അവന്മാരുടെ പേരെന്തോടെ ഈ ഇടയ്ക്ക് മറ്റേ RP ഒക്കെ ചെയ്തേ? ധാരാവി അല്ലാതെ വേറെ ആരാണ് ഇവിടെ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന കുറച്ച് അവന്മാരെ മാത്രം നീയൊക്കെ വലിയ ഗ്യാങ് ആയിട്ട് അവന്മാരെ ചന്തിയും കഴി കൊടുത്തിരിക്കലല്ലേ ഈ സ്വർഗരാജ്യത്തിലെ അവന്മാരുടെ പണി. എന്നിട്ട് നീയൊക്കെ വലിയ മെസ്സ് അടിക്കുന്ന പെർമനന്റ് ബാൻ. അയ്യോ എന്റെ അണ്ടി ഊരി താഴെ വീണ്. പോയി എന്റെ തല ഞാനിപ്പോ ഇല്ല, അണ്ടിയില്ലാത്തനായി. നിന്റെ അങ്ങ് പെർമനന്റ് ബാൻ ഇട്ടപ്പോ ഒന്ന് പറയാ. എല്ലാരും കൂടി എല്ലാ കൂട്ടത്തിൽ ചില കരടുകളുണ്ട്. അത് നമ്മള് നല്ല രീതിയിൽ സംസാരിക്കുന്നവരും ഉണ്ട്. ഇവരെടുത്ത് ആദ്യമേ പറഞ്ഞതാണ് ഈ കരടുകൾ സീനാവും, പിന്നെ ആയിരിക്കും ഇതിന്റെ രീതിയിൽ ഇതാവുക. ഇപ്പോഴേ പറഞ്ഞേക്കാൾ രീതി പറഞ്ഞിട്ടും തുടക്കം മുതലുള്ളവരാണ്. അവരാണ് മൾട്ടിപ്പിൾ വട്ടം പറഞ്ഞു ഇവന്റെയൊക്കെ പോക്ക്. അവിടുത്തെ നല്ലവനായ അഡ്മിൻസിന്റെ അടുത്ത് കുറെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇവന്റെയൊക്കെ പോക്ക് വേറെ വഴിക്കാണ് ബ്രോ, ഇവന്മാരെ അടുത്ത് മാറ്റണമെന്ന്. കണ്ണാപ്പി, ബോബോയ്, ഇവർ രണ്ടുപേരും ഇവിടുത്തെ അഡ്മിൻ പാനലുള്ളവരായിരുന്നു. അവന്മാർക്ക് ഒരു ഡമ്മി റോൾ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം എന്നിട്ട് പറയാണ് ഇവിടുന്ന് FRP ഇതൊക്കെ ലീക്ക് ആവുന്നെന്ന്. ലീക്കാക്കുന്ന ആരാണെന്ന് മറ്റേ ഇവനോടൊക്കെ ചോദിച്ചു നോക്ക്. ഇവിടെ ലൈവ് ഇടുന്ന അഡ്മിൻ കുണ്ടകളോട് ചോദിച്ചു നോക്ക്. അല്ലാതെ നമുക്കാർക്കും ലീക്ക് ആക്കേണ്ട ആവശ്യമില്ല. TVയുടെ സൈഡിൽ നിന്ന് ഒരെണ്ണം ലീക്കായി എന്ന് പറ. R34 അഡ്മിൻ അല്ലേ അവിടെ? എന്നിട്ട് വേറൊരുത്തൻ ആരെങ്കിലും വണ്ടി ഉണ്ടാക്കാൻ നോക്കിയിരിക്കുകയാണ്, മറിച്ച് വിറ്റ് ചായ കുടിക്കാനും പുട്ട് പറിക്കാനും. അങ്ങനെ കുറെ കൊണ്ടച്ചികള്. വണ്ടി ആര് കഷ്ടപ്പെട്ട് 10-20 ദിവസം സാധനം എടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും വണ്ടി കൊണ്ടുപോയി മറിച്ച് വിൽക്കാൻ വേറൊരുത്തൻ. പണിയെടുത്ത് ജീവിക്കണം, മനുഷ്യന്മാരെ ഊമ്പിച്ച് ജീവിക്കാതെ. നീയൊക്കെ ഇങ്ങനത്തെ നടത്തും കൂടെ ഇല്ല കൈസ്. ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരിക്കുമായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവന്മാരെ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവന്മാരുടെ കഴ ചില്ലറയല്ല. മതിയായി. വയ്യ.
ഒന്നെങ്കിൽ നമുക്കെതിരെ നിൽക്കുവാന്ന് അങ്ങ് പറയണം. അല്ലാതെ കാണുമ്പോ അണ്ണാ റെയ്ഡ് താ അണ്ണാ ഒരു റെയ്ഡ് താ എന്നിട്ട് ബാക്കി അപ്പുറത്ത് പോയിട്ട് ആ കുണ്ണയില്ലേ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഒരു മിനിമം സെൽഫ് റെസ്പെക്ട് വേണം നിനക്കൊക്കെ. അല്ലെങ്കിൽ നിന്നോട് മിനിമം ഒരു സെൽഫ് റെസ്പെക്ട് വേണം നിനക്ക്. അണ്ണാ റെയ്ഡ് താ അണ്ണ, ആരെങ്കിലും ആ പയ്യനെ കൊണ്ട് ഒരു റെയ്ഡ് മേടിച്ച് താ അണ്ണാന്ന് പറഞ്ഞ് നീ ഇതാക്കിച്ചിട്ട് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് തരാഞ്ഞത്. മനസ്സിലായ? ഓരോ എന്നിട്ട് വന്ന് ഇൻസ്റ്റന്റ് സ്പോട്ട് ബാൻ. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും ഇപ്പൊ എന്നോട് സംസാരിക്കാൻ VC ചെല്ലെന്ന് പറഞ്ഞ് എന്നെ മെൻഷൻ ചെയ്തതാ. എന്നിട്ട് സ്പോട്ടില് പെർമനന്റ് ബാൻ. ഇവിടെ നിന്ന് കാണുവാ നക്കി. ഇല്ല ജോക്കി, ഇല്ല, എനിക്ക് പറയണം ജോക്കി, എനിക്ക് പറയണം. ഞാൻ കുറെ ദിവസമായിട്ട് ഇതിന്റെ പുറകെ നിൽക്കുവോ ജോക്കി, കുറെ ദിവസമായിട്ട്. ജോക്കി ഇവിടെ ഞാനല്ല, ബാക്കിയുള്ളവന്മാര് പറയട്ടെ. സ്നൈപ്പേ, സ്റ്റീവേ, നിനക്കൊക്കെ ബാൻ കിട്ടിയപ്പോ എല്ലാവന്മാരും ഇവിടെ ഗ്രൂപ്പിൽ എന്തോ പറഞ്ഞേ. എല്ലാവരും ഇവൻ പേഴ്സണലി വന്ന് പറഞ്ഞു, ചേട്ടാ ഇവന്മാരെല്ലാം കളി നിർത്തുവാന്ന് പറഞ്ഞു, മെന്റലി ഫക്ഡപ്പ് ആയിട്ട്. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടല്ല ആർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണ്ട ചേട്ടാ. സെർവറിൽ ഇവന്മാർക്കെല്ലാം മൈൻഡ് ഫക്ക് ആയിട്ട് നിർത്തുവാന്ന് പറഞ്ഞു, ഇനി കളിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഭയങ്കര ബയസ്ഡ് ആയിട്ട് ഡിസിഷൻ നമ്മക്കെതിരെ വരുമ്പോ മാത്രമാണ് ജോക്കി നമ്മുടെ എന്ന് പറഞ്ഞാൽ ജോക്കി ഇന്ന് രാത്രി സിറ്റുവേഷൻ നടന്ന നാളെ ആവുമ്പോ രാവിലെ 14 ദിവസത്തെ ബാൻ ഇടുക. മറ്റേ ചോദിക്കുമ്പോ പറയണത് പെൻഡിങ് ആണ് ബ്രോ, നമുക്ക് കുറെ FRP ഉണ്ട് ഓർഡറിൽ വരുന്നേന്ന്. 5 ദിവസം മുമ്പത്തെ FRPക്ക് പോലും അമ്മമാർ ഇത് കൊടുത്തിട്ടുണ്ടാവൂല ബ്രോ. 48 മണിക്കൂറാണേ കണക്ക്. എന്നിട്ട് കൺമുന്നി വെച്ച് FRP കാണുമ്പോ നോക്കിക്കൊണ്ടിരിക്കും, എന്നിട്ട് പെൻഡിങ്ങിലാന്ന് പറയും. ഇതൊക്കെ ബ്രോ, ഇതൊക്കെ സ്പോട്ട് ആക്ഷൻ ആണ്. ഇതൊക്കെ സ്പോട്ട് ആക്ഷൻ എടുക്കുന്നത്. സ്പോട്ട് ആക്ഷൻ ഡ്രാമ. ഫ്ലോ RP ഒന്നും ഇപ്പൊ ഇല്ല, മാറി. കെവിനെ ഗൊലാനെ മൈൽസ് ഫ്ലഫി സിറ്റി ഇറങ്ങിയാണ്. ജലദോഷം എടുത്തോട്ടെ എഴുത്തള്ളക്ക് വിളിച്ചോട്ടെ മാറി ചേട്ടി. അയ്യോ, ഞാൻ ഇവിടെ വന്നല്ലേ അറിയാതെ. വലിച്ചിടുവോ നോക്കാം, നമുക്ക് ലൈവ് വലിച്ചിടുവോ നോക്കാം. ലൈവിൽ വലിച്ചിടുവോ നോക്കാം. ഞാൻ വെയിറ്റിങ്ങിലുണ്ടേ. ലൈവ് കാണുന്നുണ്ടല്ലോ, ഞാൻ വെയിറ്റിങ്ങിലുണ്ടേ. എന്നെ വലിച്ചിടുവല്ലോ എന്ന് എനിക്കറിയണം. സ്പാട്ട് ആക്ഷൻ. നിങ്ങളോട് ഞാൻ ഇതിനകത്ത് കയറുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. മനസ്സിലായി? നിങ്ങളോട് ഞാൻ ഇന്ന് കയറുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യമാണ്. ഞാൻ വൈകുന്നേരം തൊട്ട് ഇതിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗ്രൂപ്പിൽ. ഞാൻ ഇന്ന് കയറുന്നില്ല, ഞാൻ ഇന്ന് RP കളിച്ചോളാം. ഹലോ ബ്രോ, എനിക്ക് പെർമനന്റ് ബാൻ വലിച്ചപ്പോഴേ ആളെ വലിച്ച് സംസാരിക്കാൻ വന്ന ഒരാളെ വലിച്ച്. വേണ്ട, നല്ല കാര്യം നിങ്ങളോട് അറിയണ്ടേ. ഇത്ര നാളെ നമ്മൾ കളിച്ചിട്ട് ഇവിടുന്ന് പോകുന്നതിന്റെ റീസൺ കൂടെ നിങ്ങൾ അറിയണ്ടേ. കണ്ണിനുള്ളിൽ കാമനോട്ടം. എന്തായാലും പ്ലാൻ ചെയ്യാനുണ്ടോ? എന്താ ഇപ്പൊ ധൃതി എന്താ ഇത്ര സ്പോട്ട് ആക്ഷൻ ആയിട്ട്? ഓണർ അലീമി. ഹലോ ബ്രോ, എനിക്കൊരു പെർമനന്റ് ബാൻ ഇട്ടായിരുന്നു സെർവറിൽ നിന്ന്. അതിന്റെ റീസൺ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ലൈക്ക് ബ്രോ ലൈവിലിരുന്ന് പറഞ്ഞതിന്റെ ഇതിനാണ് പെർമനന്റ് ബാൻ ഇട്ടത്. എന്താ ലൈവിലിരുന്ന് പറഞ്ഞെന്ന് പറഞ്ഞാ? ലൈക്ക് ഇങ്ങനത്തെ മുമ്പ് സെർവർ കളിക്കാൻ താല്പര്യം എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല. അപ്പൊ സിറ്റിയിൽ കളിക്കുന്ന ആൾക്കാരൊക്കെ ഈ റൂളൊക്കെ പാലിച്ചാണോ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്? ബ്രോ അതിന് ടിക്കറ്റ് വരുമ്പോഴത്തേക്ക് അതിന് ബാൻ ഇടുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഫ്ലോ RP അല്ലായിരുന്നല്ലോ ബ്രോ, ഇപ്പൊ ഫ്ലോ RP ആയോ? ബ്രോ തെറി വിളിക്കുന്നതിന് സ്പോട്ട് ബാൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഹോസ്റ്റേജ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ബ്രോ ഈ ഗ്യാങ് RP എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോ ഗ്യാങ് RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 2 ഗ്യാങ്ങുകളും ബ്രോ ഒരു കാര്യം ഞാൻ ബ്രോ ഒന്ന് ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാണ് ബ്രോ. ഞാൻ ഒരു കാര്യം ബ്രോ, ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. ബ്രോ അല്ല, ബ്രോ അടുത്തല്ല സംസാരിക്കണം, എനിക്ക് ബാൻ ഇട്ടവനെ വിളിക്ക്.
എനിക്ക് ബാൻ ഇട്ട പുള്ളിയെ ഡ്രാഗ് ഞാൻ പുള്ളിയോട് സംസാരിച്ചോളാം. ബ്രോയുടെ അടുത്ത് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് സംസാരിക്കാം, ഉറപ്പായിട്ട് വന്ന് സംസാരിക്കാം. പക്ഷെ എനിക്ക് ബാൻ ഇട്ട ആളെ ബ്രോ ഞാൻ ഈ കേസ് ഞാൻ ഓൾറെഡി ലൈക്ക് ഞാനൊന്ന് പറയണ ബ്രോ. അല്ല ഞാൻ പറയണ ഒറ്റ കാര്യത്തിന് മാത്രം മറുപടി ബ്രോ. ഒരു RP സിറ്റുവേഷൻ, ഇത് PvP സെർവർ ആണോ? ഫസ്റ്റ് ചോദ്യം ആണോ? അല്ല, ഇത് RP സെർവർ ആണേ. RP സെർവർ ആണ്. അപ്പൊ ഈ RP എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ മെയിൻ. ഇന്ന് ഇവിടെ ഹോസ്റ്റേജ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒരു റൂൾ ഉണ്ട്. ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഗണ്ണയും ചെയ്തിരിക്കുന്ന സമയത്ത് മെസ്സ് അടിക്കാൻ പാടില്ല, പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇതാണ് ബ്രോ. ഈ സെയിം സാധനം ഒരു കഴിഞ്ഞ മാസത്തെ എന്റെ ലൈവ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റേജ് RPയുടെ ഇടയ്ക്ക് ദൈവം വരുന്നു, നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു, ഇന്റർഫിയർ ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ മാസം ആയപ്പോൾ അത് റൂൾ വീണ്ടും ചേഞ്ച് ആയി. റൂള് വീണ്ടും ജയിച്ചോ, ആരും ഇതിനകത്ത് ഇടപെടത്തില്ല, ഫ്ലോ RP ആണ്, ബാക്കി ടിക്കറ്റ് വലിക്കണം എന്നുള്ള കാര്യങ്ങളായി. ബ്രോ ഞാനിപ്പോ ഞാൻ ഹോസ്റ്റേജ് ആയിട്ട് ഒരുത്തിനെ എടുത്ത്, ആ ഹോസ്റ്റേജ് RP കണ്ടിന്യൂ ആണെങ്കിൽ ഹോസ്റ്റേജ് സഹകരിക്കണോ വേണ്ടായോ? സഹകരിക്കണം. അപ്പൊ സഹകരിക്കാതെ അവൻ അവിടെ ഇരുന്ന് മെസ്സ് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സിറ്റുവേഷൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഇപ്പൊ ബ്രോ ചോദിച്ചാൽ ഞാനൊരു ഇത് പറയാം. ഓൾറെഡി ഇതേപോലത്തെ ഹോസ്റ്റേജ് സിറ്റുവേഷനകത്ത് അഡ്മിൻസ് ഇറങ്ങി പറയുന്നു, അഡ്മിൻസ് സിറ്റുവേഷനകത്ത് ഇന്റർഫിയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറെ ഇതേപോലെ തന്നെ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സിറ്റുവേഷനും അഡ്മിൻസ് ഇറങ്ങുന്നു. അത് ഞാൻ വേറൊരു മെയിൻ കാര്യം പറഞ്ഞുതരാം ബ്രോ. വാച്ചിങ് ഉള്ള സ്ട്രീമേഴ്സിന്റെ സിറ്റുവേഷനുകളിൽ മാത്രം ഇന്റർഫിയർ ചെയ്യുന്ന കുറച്ച് അഡ്മിൻസ് ഉണ്ട് ഇവിടെ. അവരോട് അത് നിർത്താൻ പറഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഇല്ല ബ്രോ, ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയാം ബ്രോ. ഇല്ലെന്ന് ബ്രോ ഒരു കാര്യം, ഇത് കണ്ടോണ്ടിരിക്കുന്നവരുണ്ട് ഡിഫറെന്റ് ഓഡിയൻസ് പലയിടത്ത്. TV വേഴ്സസ് ഒരു സിറ്റുവേഷൻ നടന്നിട്ട് സിറ്റിയിൽ വേറെ ഏത് അടി പൊട്ടിയാൽ പോലും ഒരുത്തനും വേറൊരു വാർ സ്പെക്ക് ചെയ്യൂല. ഈ മെയിൻ ആയിട്ടുള്ള ആളുടെ ഞാൻ പേരെടുത്ത് പറയണില്ല, എല്ലാവർക്കും അറിയാതെ. ഞാൻ ഒറ്റ കാര്യം പറയാം, എത്ര കംപ്ലൈന്റ്സ് വേറെ ഗ്യാങ്സ് പറയുന്ന ഓഡിയോ ബ്രോയ്ക്ക് ഞാൻ അയച്ചു തരട്ടെ. അതായത് TV വേഴ്സസ് ഇത് നടക്കുന്ന സമയത്ത് അറിയാതെ ഒരുത്തിനെ ഡ്രാഗ് ചെയ്തോന്ന് പറഞ്ഞ് അവനെ തിരിച്ച് അതിനകത്തോട്ട് സിറ്റുവേഷനിൽ ഇടാൻ പോലും അവിടെ ഒരു അഡ്മിൻ ഇല്ല. TVയുടെ മാത്രം സ്പെക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ലൈക്ക് വ്യൂവർഷിപ്പ് അല്ലാതെ സെർവർ ആണ് കൺസേൺ എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതല്ലേ ബ്രോ? ഇത് ഞാനിത് കുറെ കാലമായിട്ട് കണ്ടിട്ടുണ്ട് ബ്രോ. റൂൾ ഉണ്ടാക്കുമ്പം എല്ലാവർക്കും വേണ്ടി റൂൾ ഉണ്ടാക്കുക, TVക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആർക്കും ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു റൂൾ വേണ്ട. എന്റെ FRP മാറ്റിത്തരാം, ഒരു വട്ടമെങ്കിലും എന്റെ FRP മാറ്റിത്താന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സെർവറിൽ വന്നിട്ടുണ്ടോ? ഇട്ട ബാൻ എല്ലാം ഞാൻ അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ സെർവറിൽ കയറിയിട്ടുള്ളത്. ഞാൻ വന്നിട്ടില്ല. പക്ഷേ ബ്രോ ഞാൻ ഇപ്പോഴും പറയാം, എല്ലാത്തിനും സ്പോട്ട് ആക്ഷൻ. ഇന്ന് തന്നെ പ്രൂവ് ആയതാണ് എല്ലാവർക്കും. എല്ലാത്തിനും സ്പോട്ട് ആക്ഷൻ. നിങ്ങൾക്ക് എന്താ ഇതിന് 48 മണിക്കൂറൊന്നും ഇല്ലായിരുന്നു? എന്റെ എക്സ്പ്ലനേഷൻ എന്താ ചോദിക്കാഞ്ഞേ? FRP വിസിൽ എന്താ എന്നെ വിളിക്കാഞ്ഞേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ബ്രോ? ഞാൻ അതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞതെന്ന് ബ്രോ കാര്യം കേട്ട്. ഈ സെർവർ നല്ലൊരു സെർവർ നശിപ്പിച്ച് കളയരുത്. നിങ്ങളായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി സ്റ്റേൺ ആയിട്ടൊരു റൂൾ ഇട്ടാൽ ഈ സെർവർ ഇനിയും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. എന്നിട്ട് സിറ്റിക്കകത്ത് കയറി അവനോട് ട്രിഗർ ആക്കിയപ്പോഴാണ് ഞാൻ ട്രിഗറായിട്ട് ഈ ഉമ്പിയ സെർവറിൽ കളിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിന് സ്പോട്ട് ആക്ഷൻ. നിങ്ങൾ FRP നിങ്ങൾ എന്നെ എന്താ ഇങ്ങോട്ട് വിളിക്കാഞ്ഞേ, സംസാരിക്കാൻ വിളിക്കാഞ്ഞേ എന്താ? ഈ സാധനം തന്നെ പറയണ സ്പോട്ട് ആക്ഷൻ. ഇത് TVക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. നമ്മൾ ചോദിക്കുമ്പോ പറയും 5 ദിവസം 4 ദിവസം നമ്മൾ പെൻഡിങ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന്. ഈഗിൾ ബ്രോ ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസം സ്നൈപ്പ് VC വന്നിട്ടുണ്ടായിരുന്നു. സ്നൈപ്പ് പറഞ്ഞ് ഈഗിൾ ബ്രോയ്ക്ക് ആയിട്ട് സംസാരിക്കാൻ വരുമെന്നാ പറഞ്ഞ FRP. പക്ഷെ ബ്രോ വന്നായിരുന്നു. ഞാൻ ഇന്നലെ വന്നു ഉച്ച കഴിഞ്ഞിട്ട് ബ്രോ നിങ്ങളുടെ ഞാൻ വെയിറ്റിംഗ് വിസിൽ വന്നിട്ട് എന്നെ ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ട് പറഞ്ഞു ബ്രോ മെയിൻ അഡ്മിൻസ് ആരും ഇല്ല, വരാൻ ടൈം എടുക്കും, ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ്. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നല്ലോ ബ്രോ 10-15 മിനിറ്റ്. ഞാൻ സ്നൈപ്പിന് മെസ്സേജ് ചോദിച്ചു, സ്നൈപ്പിനടുത്ത് ചോദിച്ചു നോക്ക്, എന്നെ നിങ്ങളാരും അവൈലബിൾ അല്ലായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ലൈക്ക് FRP VCയിൽ ഇവിടെ FRP വെയിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. ഞാനും പ്രൈം എന്ന് പറഞ്ഞ ഒരാളുമാണ് FRP ഫുള്ള് നോക്കണേ. ഇതിനകത്ത് ഒരാൾ പോലും FRP VC വന്നിട്ട് ഒരു മണിക്കൂർ പോലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നിട്ടില്ല. എന്നെ ഡ്രാഗ് ചെയ്തത് ആരാണെന്ന് നിങ്ങളുടെ അഡ്മിൻ പാനൽസിൽ ചോദിക്കുക, ആരാണെന്ന്. അഡ്മിൻ പാനൽ ആരാണ് എന്നെ ഡ്രാഗ് ചെയ്തിട്ടെന്ന് ചോദിച്ചിട്ട് ബ്രോ അതിനെനിക്ക് പറ. ഞാൻ ആ ഒരു കാര്യം ഇന്ന് മാമനോട് ഞാൻ ഫുൾ ടൈം ഇന്ന് വൈകുന്നേരം തൊട്ട് ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ബ്രോ. ഇത് എനിക്ക് മാത്രമുള്ള പരാതിയല്ല, ബൈസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നു ബാക്കിയുള്ള മേളിലിരിക്കുന്ന എല്ലാവർക്കും. എനിക്ക് എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഉള്ളത് ഇവിടുത്തെ ഗ്യാങ് മെമ്പേഴ്സിന്റെ കാര്യമാണ്. അവരുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോഴും അവര് പറയണത് ഇത് തന്നെയാണ് ബ്രോ. 14-15 ഒരു സിംഗിൾ സിറ്റുവേഷനിൽ തന്നെ മൾട്ടിപ്പിൾ ബാനൊക്കെ ഇങ്ങനെ ഇട്ടോണ്ട് തന്നെ ഇരിക്കുക. സിംഗിൾ സിറ്റുവേഷന് മൾട്ടിപ്പിൾ ബാൻ ആർക്കാണ് ബ്രോ ഇട്ടത്? ഞാനാണ് ഇട്ടത്. മറ്റേ ഈ ലൈക്ക് ഓക്സിക്കും ബാലിനൊക്കെ ഞാനാണ് ബാൻ ഇട്ടത്. അതിനകത്ത് എവിടെയാണ് മൾട്ടിപ്പിൾ ബാൻ സിംഗിൾ സിറ്റുവേഷൻ? ഇന്നലെ കഴിഞ്ഞ ആഴ്ച വരെയും അലിമിയൊക്കെ ലൈവ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോ RP ആണ്, ഫ്ലോ RP അല്ല, ഇടപെടാം സംസാരിക്കാന്നൊക്കെ. പെട്ടെന്ന് ഇന്നലെ FRP ടീം പറഞ്ഞ് ഫ്ലോ RP ആണ്, നമ്മൾ ചീത്ത വിളിക്കുന്ന കണ്ടാൽ മാത്രമേ കിക്ക് ചെയ്യത്തുള്ളൂ, വേറെ ഒന്നിനും കിക്ക് ചെയ്യത്തില്ല, ബാക്കിയൊക്കെ FRP ആണ്. ബ്രോ ഇങ്ങനെയാണെങ്കിൽ ഒരു RP സെർവർ എങ്ങനെ മുമ്പോട്ട് പോകും?
ബ്രോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സിറ്റിയിൽ. സത്യം പറയാം, ഞാൻ വെറുതെ പറയണല്ല നിങ്ങളോട്. ഇവിടെ കളിക്കുന്ന ഓരോ പ്ലേയേഴ്സിനും അവരുടേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതാരും മെയിൻ ആയിട്ട് വന്ന് പറയാത്ത ഒന്നാമത്തെ കാര്യം ബാക്ക് ടു ബാക്ക് സെർവർ വൈപ്പ്. ബ്രോ ഈ 650 കോടി 700 കോടി 3000 30,000 40,000 ഗ്രൈൻഡും സെർവർ വൈപ്പ് വന്നിട്ടില്ല. എവിടെയാണ് ബാക്ക് ടു ബാക്ക് സെർവർ വൈപ്പ് വന്നത് ബ്രോ ഒന്ന് പറഞ്ഞു. വീറ്റു വന്നിട്ട് എത്ര നാളായി ബ്രോ? ടാർഗറ്റ് സെറ്റ് ആക്കിയിട്ട് ബ്രോ എന്തോ ആയിക്കോട്ടെ. എത്ര ഇപ്പൊ ഈ സെർവർ തുടങ്ങിയിട്ട് എത്ര വട്ടം വൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ സെർവർ? ഇപ്പൊ കൂടിയതായി അടുത്ത വീണ്ടും വൈപ്പ് വരാൻ പോണ ബ്രോ. ഇത് രാത്രി കയറി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇതുണ്ടല്ലോ, ഇത് ചുമ്മാ കിട്ടൂലല്ലോ. നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 30,000 40,000 ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ 650 കോടി 750 കോടി 1000 കോടി 4000 കോടിയൊക്കെ കയ്യിലുള്ളവന്മാർ ഈ സിറ്റിയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ് ഇത് വരുന്നത്? പിന്നെ അതുപോലെ ബ്രോ വേറൊരു കാര്യം ക്ലിയർ കട്ടായിട്ട് പറയാം. TV വരുന്നതിന് മുമ്പ് ഇവിടെ 200 പ്ലെയർ ബേസ് 150 പ്ലെയർ ബേസ് എന്നൊക്കെ പറയണത് വെറും തള്ള. നമുക്കറിയാം ഈ സെർവർ എങ്ങനെയാ തുടങ്ങിയത്, ഈ സെർവർ എന്തിനു വേണ്ടിയാ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആരാ തുടങ്ങിയത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ അലീമി പുണ്ടച്ചിയോട് പറയണം അങ്ങനത്തെ മെസ്സൊന്നും ബ്രോ ലൈക്ക് ഞാൻ പറയണ എനിക്ക് ഇതുവരെ സെർവർ ഫസ്റ്റ് വൈപ്പാണ് ബ്രോ. ചോദിച്ചതിനുള്ള റീസൺ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, സെർവറിന്റെ ഫസ്റ്റ് വൈപ്പാണ് ഇപ്പൊ വരാൻ പോണത്. ഇതുവരെ സെർവർ വൈപ്പ് ചെയ്തിട്ടില്ല, ബാക്ക് ടു ബാക്ക് വൈപ്പ് വന്നിട്ടില്ല. അങ്ങനെയല്ല ഇപ്പൊ വരാൻ പോണത്. ഇപ്പൊ നമ്മള് ഈ ലേറ്റസ്റ്റ് കുറച്ച് നാൾക്ക് മുമ്പല്ലേ നിങ്ങൾ സെർവർ മൊത്തം ഇതെല്ലാം മാറ്റി ലോഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ബ്രോയ്ക്ക് FRP ബേസ്ഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ വന്ന് സംസാരിക്കായിരുന്നു. ഇപ്പൊ നേരത്തെ ഒരു കേസ് തന്നെ പറയാം ബ്രോ. ഇപ്പൊ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളത് ഞാൻ പറയട്ടെ. ആയതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. ഇത് ഒരു വട്ടമല്ല ബ്രോ. TVയിലെ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ വന്ന് സംസാരിക്കും. ഓരോരുത്തരും ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറന്റാ. ഞാനൊരു കാര്യം പറഞ്ഞു. ലൈക് ബ്രോ ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസ് തന്നെ പറയാം. മൾട്ടിപ്പിൾ ബാൻ ഇട്ട കേസ്, അതിനകത്ത് ഓൾറെഡി സ്റ്റീവിന് ഓക്സിക്കൊക്കെ സിറ്റിക്കകത്ത് ഇട്ടെന്ന് വെച്ചാൽ സേഫ് സോൺ സമയത്തിൽ സിറ്റുവേഷൻ അടിച്ചു വന്നു. അത് രണ്ട് സൈഡിലും ബാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് ആ സെയിം സിറ്റുവേഷൻ എന്തിനാണ് അവർക്ക് ബാൻ ഇട്ടെന്ന് വെച്ചാൽ വൾഗർ ലാംഗ്വേജിനാണ് ബാൻ ഇട്ടേക്കണത്. റെസ്പോൺസിനകത്ത് ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് അവരെ വിളിച്ച് കാര്യം പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്തതുമാണ്. ഞാൻ ബാലനും അതേപോലെ ആൾക്കാർക്ക് ഓക്സിക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാനാണ് ബാൻ ഇട്ട, ഞാനാണ് ക്ലിയർ ആക്കി കൊടുത്തത്. അത് അറിയാതെയാണ് ലൈക്ക് ബ്രോ കൃത്യമായിട്ട് കാര്യം അറിയാതെയാണ് ബ്രോ ഇപ്പൊ അത് പറഞ്ഞത്. ഞാൻ ഈ സെർവർ ഞാൻ പറഞ്ഞത് ഈ സെർവർ ഇപ്പം ഉദ്ദേശം നിങ്ങൾ ഹീലിങ്സ് മാറ്റിയില്ലായിരുന്നോ? ഹീലിങ്സ് മാറ്റിയപ്പം എന്തോരം ബുദ്ധിമുട്ട് വന്നു ബ്രോ എല്ലാവർക്കും? ബ്രോ ലൈക്ക് മെക്കാനിസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരണ്ട ബ്രോ. ഒരു സാധനം എപ്പോഴും ഒരേ സെയിം സാധനം എത്ര നാളെന്ന് പറഞ്ഞ് ചെയ്തോണ്ടിരിക്കും ബ്രോ. ഒരു മെക്കാനിസത്തിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കല്ലേ. ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, നിങ്ങളെ പോലെ സംസാരിക്കുന്ന ഒരു 4 പേർക്ക് ഈ സെർവറിലുണ്ട്. ബാക്കി ഇതിനകത്ത് മെയിൻ അണ്ണന്മാരൊക്കെ എന്താ വരാൻ ഈ ലൈവിൽ സംസാരിക്കാൻ? ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കുന്നത്. ബാക്കി അണ്ണന്മാർ, ഞാൻ വിളിച്ച അണ്ണന്മാര് ലൈവിൽ വന്ന് സംസാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്താണ് ഇവിടുത്തെ എക്സാക്ട് കാര്യം എന്ന്. മെയിൻ അണ്ണന്മാരെ വിളിക്കാവോ? ഞാൻ ലൈവിൽ ഇരുന്ന് സംസാരിക്കാൻ റെഡിയാ. ഞാൻ ലൈവിൽ ഇരുന്ന് സംസാരിക്കാൻ റെഡിയാ. അല്ല ബ്രോ, നിങ്ങൾ ഇത് സ്ഥിരമാണ് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലെ 2 അപ്പാവികളെ പിടിച്ച് ലൈവിൽ സംസാരിക്കാൻ വിളിക്കുമ്പോൾ മാത്രം നിങ്ങൾ വന്ന് സംസാരിക്കും. ബാക്കി ഓഫ്ലൈൻ വന്നു കഴിഞ്ഞാൽ മെയിൻ അണ്ണന്മാരുടെ കൊണ കേൾക്കണം. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ബ്രോ. എനിവേ എനിക്കൊരു പ്രശ്നവും ഇല്ല ഈ സെർവറിൽ നിന്ന് പെർമനന്റ് ബാൻ കിട്ടിയതിൽ. പക്ഷെ ഇവർക്കൂടെ കേൾക്കണമല്ലോ അന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് VC-യിൽ ഇരുന്നത്. അല്ലാതെ എനിക്കൊരു പ്രശ്നവും ഇല്ല സെർവറിൽ നിന്ന് പെർമനന്റ് ബാൻ. ഇല്ല കെവിനെ അവൻ ധൈര്യം ഉണ്ട് വരട്ടെ. അല്ലാതെ നമ്മൾ ഇനിയിപ്പോ പറഞ്ഞു അവനിരുന്ന് ലൈവ് കാണുവാടാ കെവിനെ. അവ എല്ലാം കേൾക്കുന്നുണ്ട്. നീ പിന്നെ എന്തിനാ അവരോട് വിളിക്കാൻ പറയണേ? അല്ല അവരോട് എന്തിനാ വിളിക്കാൻ പറയണം? അവനിരുന്ന് കേൾക്കുവാണ് ഇവിടെ. അവനിരുന്ന് കേട്ടോണ്ടിരിക്കുക. അവന് വരാൻ വൈകി വരെ അത്രയ്ക്ക് ധൈര്യമുള്ള അവന്. മനസ്സിലായ? അത് അവൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് അവൻ അറിയാം. അവൻ ആരുടെ താങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് ബ്രോ എനിക്ക് ക്ലിയർ കട്ടായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത് പറയുന്നതിന് ഈ ഊമ്പിയ സെർവർ എന്നൊരു ഒറ്റ വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനു മുമ്പ് ഈ സെർവർ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അതിന് മുമ്പ് ഒരു സജഷൻ പറയുന്നുണ്ട്. അന്നേരം നിങ്ങളാരും കേട്ട് കാണത്തില്ല. ഈകള് ഊമ്പിയ സെർവർ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അന്നേരം ഈ ഒരു സെർവർ ഇങ്ങനെ ആക്കിയതിൽ നിന്റെയൊക്കെ കൂട്ടത്തിൽ ഇരിക്കുന്ന മെയിൻ ഈ പറയണ അലീമി എന്നൊക്കെ പറയുന്ന കുണ്ണയ്ക്ക് മേജർ റോളുണ്ട്. ഈ സെർവർ ഇങ്ങനെ ആയതിലും ഈ സെർവർ ഇങ്ങനെ ഊമ്പിപ്പോയതിലും. ഞാൻ പറയാതിരിക്കാൻ വയ്യ ബ്രോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ബാക്ക്വേർഡ് അടിച്ച് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവും.
ആരും നമ്മളും ചോറൊക്കെ തന്നെയാണ് തിന്നണത്. അപ്പൊ നമുക്കറിയാം എന്തുവാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത് ഒരാളുടെ അഭിപ്രായം ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. 10-25 പേരും 10-26 പേരും അല്ലെങ്കിൽ 2 ഗ്യാങ്ങിലും മൾട്ടിപ്പിൾ ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ ഇത് ബ്രോയ്ക്ക് ഞാൻ POV അയച്ചു തരാൻ പറ്റും. എനിക്ക് അയച്ചു തരാൻ പറ്റും. ഈ സെർവർ ഇങ്ങനെ ആക്കിയത് ഇവനെ പോലത്തെ കുണ്ണുകളാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല ബ്രോ. ട്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. എനിക്ക് ഇവിടെ ഒരു കൺസിഡറേഷനും വേണ്ട. ഇവിടുന്ന് എന്റെ ബാൻ മാറ്റിത്ത ബ്രോ, എന്റെ ബാൻ മാറ്റിത്ത, എനിക്ക് കയറണം എന്ന് പറഞ്ഞ് ഞാൻ തെണ്ടി ഇവിടെ ഒരു അഡ്മിൻസിന് അടുത്ത് വന്നിട്ടില്ലെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയും. എനിക്ക് എത്ര ബാൻ തന്നിട്ടുണ്ടോ അത്രയും ബാൻ അത്രയും ദിവസം ഇതാക്കിയതിന് ശേഷം ഞാൻ ഈ സെർവറിൽ കയറിയിട്ടുള്ളൂ, ഈ സിറ്റി കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അന്തസ്സായിട്ട് പറയാം, ഞാൻ ഇവിടെ ഒരുത്തൻ്റെ അടുത്തും പോയി താങ്ങി കൊടുത്തിട്ട് ഈ സെർവറിൽ കളിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ റൂള് ഒരേ ഇതാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോക്കൂ. എനിക്ക് എന്തായാലും കളിക്കാൻ താല്പര്യമില്ല. എൻ്റെ പെർമനന്റ് ബാൻ ആയിട്ടുള്ള ഒരു അവാർഡ് തന്നതിന് എൻ്റെ RP കരിയറിൽ ഒരു പൊന്തൂലായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം. സ്വർഗരാജ്യത്തിൽ നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ സെർവർ മുടിഞ്ഞു പോട്ടെ. അവൻ്റെയൊക്കെ സെർവർ കള്ളന്മാര് കൂണ. ഗ്യാങ് വണ്ടി ഇവനോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലടാ. ഇവനോടൊന്നും പറഞ്ഞത് ഗ്യാങ് വണ്ടി അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ലാസ്റ്റ് എന്താ ഞാൻ എന്ത് പറയണം ജോക്കി? ഞാൻ ഇവനോടൊക്കെ എന്ത് പറയണം ജോക്കി? ലാസ്റ്റ് പറഞ്ഞത് പറയാൻ ഒരു പോയിന്റ് ഉണ്ടായിരുന്നേ, അവൻ ഈ ലൈവ് വരത്തില്ലായിരുന്നു. ആ VC-യിൽ ഇരുന്ന് സംസാരിച്ചപ്പം പാവപ്പെട്ടവനാണ് പറഞ്ഞു വിട്ടത്. അത് സ്ഥിരമാടവാ. അതായത് പാവം പിടിച്ച രീതിയിൽ നമ്മുടെ അടുത്ത് ഫേവറബിൾ ആയിട്ട് സംസാരിക്കുന്ന 2 പേരെ പറഞ്ഞു വിടും. എന്നിട്ട് ഇവന്മാര് ബാക്ക് എൻഡിൽ ഇരുന്ന് ലൈവ് കാണും. വിഷങ്ങളിൽ എന്നിട്ടൊക്കെ സ്ക്രീൻ ഷെയർ സ്ക്രീൻ ഷെയർ കാണുവാണ് ഇവന്മാര് സ്ക്രീൻ ഷെയർ കാണുവാണ്. ശരിയായ താങ്ങിയാണ് ഇവന്മാര് സ്ക്രീൻ ഷെയർ കാണുവാ.